ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടത്താലോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലേ. അങ്ങനെ നമ്മുടെ അലീനയുടെ അമ്മയെ അലീന ആദ്യമായിട്ട് കണ്ടുമുട്ടിയിരിക്കുകയാണ്. കണ്ടുമുട്ടി എന്ന് പറയാൻ പറ്റൂല, കണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ അലീനയുടെ മനസ്സിലെ ആ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് മനസ്സിലാകും. ഇത്രയും നാളുമായിട്ടും 10-20 വർഷമായിട്ടും കാണാത്ത തനിക്ക് ജന്മം നൽകിയ തൻ്റെ അമ്മയെ കണ്ടപ്പോഴുണ്ടാകുന്ന ആ മനസ്സിന്റെ സന്തോഷമാണോ, സങ്കടമാണോ, എന്ത് വികാരമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനിടയിലാണ് അവസാന സീനായിട്ട് നമ്മൾ കണ്ടത് നമ്മുടെ കമലയുടെ മുതുപാരവെപ്പ്. വേറൊന്നുമല്ല, അയ്യോ അവളാരാ, അവള് കെട്ടിലമ്മ എങ്ങാണ്ട, അവളെ എങ്ങാണ് ഞാൻ ഈ അടുക്കളയിലേക്കൊന്ന് പണിയാൻ വിളിച്ചു കഴിഞ്ഞാല് അപ്പൊ തുടങ്ങും എൻ്റെ പൊന്നോ അലീനെ കുഞ്ഞേ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞേ അമ്മ അവിടെ കിടന്ന് അലറും. അപ്പൊ തന്നെ അവള് പോവുകയും ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജയന്തിക്ക് ദേഷ്യം വന്നു കേട്ടോ. വൈജയന്തി, ഓഹോ അങ്ങനെയാണോ, അലീന എന്നാ അവളുടെ പേര്? ആ, അവളുടെ പേരൊക്കെ അലീന എന്നാ. പേരൊക്കെ അലീന എന്ന് തന്നെയാണെങ്കിലും അവളുടെ വിചാരം അവള് രാജകുമാരിയാണെന്നാ. എവിടെന്നോ വന്നവളല്ലേ, അവക്കൊക്കെ ഇങ്ങനെ കരുതേണ്ട വല്ല കാര്യമുണ്ടോ? ഇവളെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന എന്റെ മോനെ പറഞ്ഞാൽ മതിയല്ലോ, മാത്രമല്ല നിന്റെ കെട്ടിയവനെയും കൂടെ പറയണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹരിശങ്കർ ഇതൊക്കെ കേട്ടോണ്ട് നിപ്പുണ്ടായിരുന്നു. ഹരിശങ്കറിന് ഒന്നാമത് അലീനയോട് ദേഷ്യമാണ്. അലീനോട് ദേഷ്യം ഉണ്ടാകാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഹരിശങ്കർ വിചാരിച്ച കാര്യമൊന്നും അലീന സാധിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹരിശങ്കറും പറയുക, എൻ്റെ പൊന്നോ അമ്മ പറയുന്നത് ശരിയാണ് കേട്ടോ, അവളുടെ വിചാരം അവളേതോ വലിയ വീട്ടിൽ നിന്ന് വന്നവളാന്നാ. അവൾ അങ്ങനെയാ എല്ലാരോടും പെരുമാറുന്നത്. എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പറഞ്ഞപ്പം അവൾ എന്നോട് പറയുകയാണേ, ഞാനിവിടെ വന്നത് നിങ്ങളാരെയും നോക്കാനല്ല, ഇവിടുത്തെ മുത്തശ്ശീനെ നോക്കാനാണ്, അതുമാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന്. അപ്പൊ കമല ചോദിച്ചു, അല്ല ഹരി, നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞവള്? ആ, എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞവള്. പിന്നെ എന്റെ റൂം ഒന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അവള് വന്ന് എന്താ കാണിച്ചിട്ട് പോയെന്ന് എനിക്കറിയില്ല. എവിടെന്നോ വലിഞ്ഞു കയറി വന്ന ഒരു പെണ്ണിനെ എന്തിനാ ഇത്രയും സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്നത് മുത്തശ്ശിന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് കിട്ടിയ അവസരം നമ്മുടെ ഹരിശങ്കർ പാഴാക്കുന്നില്ല. ഹരിശങ്കർ അങ്ങോട്ട് ഒത്തിരി കുറ്റങ്ങൾ പറയും. ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ, ഓഹോ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ ആ കെട്ടിലമ്മേനെ എനിക്കൊന്ന് കാണണമല്ലോ, എന്തി അവളെ ഇങ്ങ് വിളിച്ചേ. അപ്പോഴത്തേക്കും നമ്മുടെ കമല പറഞ്ഞു, ആ വിളിക്കാം, അതിനിപ്പോ എന്താ. അപ്പൊ ഇത്രയും കേട്ട് കണ്ണൊക്കെ നിറഞ്ഞ് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് നമ്മുടെ അലീനയുടെ അമ്മ. ആദ്യം തന്നെ അലീനയുടെ കുറ്റമാണ് കേൾക്കുന്നത്. അപ്പൊ തന്നെ പുള്ളിക്കാരിയുടെ ഫ്രണ്ടിലേക്ക് ചെല്ലാൻ അലീനയ്ക്ക് പേടിയുണ്ടാകും. അലീന പേടിച്ച് വിറച്ച് ആ ഒരു ഭിത്തി സൈഡില് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ചാരി വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് കമല, അലീനെ, എടി അലീനെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ അലീനെ ഒന്ന് ഞെട്ടിയിട്ട്, ഇനി എന്ത് ചെയ്യും എൻ്റെ ഈശോയെ, ഞാനിനിയിപ്പോ എന്താ ചെയ്യുക, എനിക്കാണെങ്കിൽ അമ്മയുടെ ഫ്രണ്ടിലേക്ക് പോകാം, പേടിയാ, മുട്ടുകളൊക്കെ കൂട്ടിയിടിക്കുക, എന്താ ഇപ്പൊ ചെയ്യുക, എൻ്റെ ഈശോയെ നീ എനിക്ക് ധൈര്യം തരയണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടു കൂടി തന്നെ നമ്മുടെ അലീന ഇങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങാം. അപ്പൊ ഒരു വിളി വിളിച്ചു, 2 വിളി വിളിച്ചു, അലീന വന്നില്ല. 3-മത്തെ വിളി വിളിച്ചപ്പോ നമ്മുടെ മുത്തശ്ശി സഹിതം കേട്ടു കേട്ടോ. അപ്പോഴത്തേക്ക് മുത്തശ്ശി, ഈ പെങ്കൊച്ച് ഇവിടെ എവിടെ പോയി കിടക്കുക, അവൾ അവിടെ കിടന്ന് അലറുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന പേടിച്ചു വിറച്ച് നേരെ ചെല്ലുകയാണ് നമ്മുടെ അലീനയുടെ അമ്മയുടെ അടുത്തേക്ക്. അങ്ങനെ നേരെ ചെന്ന് ഉടനെ തന്നെ നമ്മുടെ വൈജയന്തി രൂക്ഷമായിട്ടും അടിമുടി ഒന്ന് നോക്കുകയാണ്. സ്വന്തം മകളാണേ, ഇതൊന്നും അറിയില്ല നമ്മുടെ വൈജയന്തിക്ക്. അങ്ങനെ അടിപൊളി നോക്കിയിട്ട്, ഓ ഇവളാണോ ഇവിടെ അവതാരമെടുത്ത പുതിയ കെട്ടിലമ്മ? എടി, നിനക്ക് ഭയങ്കര അഹങ്കാരം വന്ന് കേട്ടല്ലോ, എന്ത് കണ്ടിട്ടാടി നീ അഹങ്കരിക്കുന്നത്? അല്ല നിന്റെ വീട് എവിടെയാ? അത് അത് എൻ്റെ വീട്, എനിക്ക് വീടില്ല, ഞാനൊരു അനാഥാലയത്തിലാ വളർന്നത്. ഓഹോ, അനാഥാലയത്തിൽ വളർന്ന ഒരു അനാഥ പെങ്കൊച്ച്, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? എന്തുവാടി നീ ഇത്രയ്ക്ക് അഹങ്കരിക്കാനായിട്ട് നിനക്കുള്ളത്? നിനക്ക് അച്ഛനുണ്ടോ, നിനക്ക് അമ്മയുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. നിൽക്കേണ്ടടുത്ത് നിന്നാലേ നിനക്ക് ഇവിടെ ജീവിച്ചു പോകാം, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ അത്യാവശ്യം നിന്നു പോകാം, അല്ലാതെ തലയെ കയറി നിരങ്ങാൻ വന്നു കഴിഞ്ഞാലേ ഇവിടെ അതൊന്നും നടക്കത്തില്ല. അപ്പൊ കമല പറഞ്ഞു, അയ്യോ അവളുടെ നിപ്പും എടുപ്പും കണ്ടില്ലേ, എന്തൊരു പാവം, ഇവള് കാരണം ഉണ്ടല്ലോ ഞാൻ മനുവിന്റെ വായിൽ നിന്ന് വരെ കേട്ടു, അയ്യോ ഇവള് മനുവിനെ കൊണ്ടുവരെ എന്നെ പറയിപ്പിച്ചു. അപ്പോഴത്തേക്കാണ് നമ്മുടെ അലീനയുടെ അമ്മ വൈജയന്തി പറയുന്നത്, ഓ അല്ലെങ്കിലും അവനാണല്ലോ ഈ കെട്ടിലമ്മേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്,
ദേ, നീ ഒരു അനാഥ പെൺകുട്ടിയാ, അതനുസരിച്ച് നീ നിൽക്കണം. നിന്റെ അച്ഛനാരാ അമ്മയാരാന്നൊന്നും അറിയത്തില്ലാതെ ഏതെങ്കിലും തെരുവ് സ്ത്രീകൾക്കുണ്ടായതായിരിക്കും. പിഴച്ചു കുത്തി നടന്ന തെരുവ് സ്ത്രീകൾക്ക്. ആ, അല്ലാതെ നിന്നെയൊക്കെ അനാഥാലയത്തിൽ കൊണ്ട് ആരാക്കാനാ? നിന്റെ തള്ളയ്ക്ക് നിന്നെ വേണ്ടാതെ അല്ലേടി അനാഥാലയത്തിൽ കൊണ്ടുവിട്ടത്. ഓ, പിഴച്ചു വെച്ച നല്ല സന്തതി ആയിരിക്കും. ഇത് കേട്ടത് നമ്മുടെ അലീനയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അലീന കൈയൊക്കെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. അലീനയുടെ തൊണ്ടയൊക്കെ ഇടറുന്നുണ്ട്. എൻ്റെ അമ്മ പിഴച്ചതല്ല, എൻ്റെ അമ്മ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചതവളാണ് എന്നൊക്കെ പറയണമെന്ന് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് നമ്മുടെ അലീനയ്ക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അലീനയ്ക്ക് അതിനുള്ള ഒരു അനുവാദമില്ല. നമ്മുടെ ബ്രിജിറ്റാമ്മ പറഞ്ഞ കാര്യം അപ്പോഴും ഓർക്കുകയാണ്. നീ മരിച്ചെങ്കിൽ മാത്രം ജീവിക്കാവുന്ന ഒരാളാണ് നിന്റെ അമ്മ. നീ മരിച്ചെങ്കിൽ മാത്രം ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരാളാണ് നിന്റെ അമ്മ എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മുടെ അലീന ഒന്നും മിണ്ടാതെ കുനിഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കമല പറയാ, കണ്ടില്ലേ അവള് പേരും കള്ളിയാ, അവൾക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയില്ല, കുനിഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ അവള്. അപ്പൊ നമ്മുടെ വൈജയന്തി, ഡി ഇങ്ങോട്ട് നോക്കടി, ഇങ്ങോട്ട് നോക്കടി, നീ എന്തിനാടി കുനിഞ്ഞു നിൽക്കുന്നത്? അതെ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പറ്റിയാൽ നിനക്ക് നിൽക്കാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നാളെ തന്നെ ഞാൻ കെട്ടും പൂട്ടും ഒക്കെ എടുത്ത് ഇവിടുന്ന് പറഞ്ഞയക്കും. ആ, പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ അലീനയെ പറഞ്ഞു വിടുക. അലീന പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ട് ഓടി ചെല്ലുകയാണ് മുത്തശ്ശിയുടെ അടുത്തേക്ക്. കണ്ണുകൾ രണ്ടും കുടുകുടാൻ നിറഞ്ഞൊഴുകുകയാണ്. അപ്പോഴത്തേക്കും ഈ അലീന കരയുന്നത് കണ്ട് നമ്മുടെ മുത്തശ്ശി ചോദിച്ചു, അല്ല നിനക്ക് എന്താ മോളെ പറ്റിയത്? നീ എന്തിനാ കരയുന്നത്? അത് അത് പിന്നെ ഞാൻ കരയുന്നത്, അത് ഞാന് ഒരു അനാഥയാണെന്ന്. ഞാന് ഒരു അനാഥ പെൺകുട്ടിയല്ലേ, എനിക്ക് അച്ഛനും അമ്മയും ഇല്ല, എനിക്ക് അന്തസ്സും അഭിമാനവും ഇല്ല, എനിക്ക് ഒന്നുമില്ല. ഞാൻ അനാഥ പെൺകുട്ടി ആയതുകൊണ്ട് എന്നെ പറഞ്ഞു വിടാൻ പോവുകയാണെന്ന്. മുത്തശ്ശി, ഞാൻ അനാഥയായത് എന്റെ തെറ്റാണോ മുത്തശ്ശി? പറ മുത്തശ്ശി, ഞാൻ അനാഥയായത് എന്റെ തെറ്റാണോ? ഒരിക്കലും ഒരിക്കലും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തെറ്റ് ചെയ്തിട്ടല്ലല്ലോ ജനിക്കുന്നത്. എവിടെ നിന്നോ ഒരു അച്ഛനും അമ്മയും എനിക്കുണ്ട്, അതെനിക്കറിയാം. അവര് അന്തസ്സുള്ള കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചവര്. അവരുടെ കുഞ്ഞാ ഞാന്. എന്നിട്ട് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്ന എൻ്റെ ഒരു അവസ്ഥ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ ലോകത്തിൽ ജനിക്കുന്ന അനാഥ കുട്ടികളെല്ലാം തെറ്റ് ചെയ്തിട്ടാ ജനിക്കുന്നത്. അവര് തെറ്റ് ചെയ്തുകൊണ്ട് അനാഥരാകുന്നത്. ഒരു ദിവസം ഒരു കുഞ്ഞു പറഞ്ഞു, അതിന്റെ മുഖം പോലും കാണാതെ അമ്മമാര് കൊണ്ടുവരുന്ന അതുങ്ങളെ ഉപേക്ഷിച്ച് കളയുന്നു. അതിന്റെ തെറ്റ് ഞാനാ, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള കുട്ടികളാ? ഇത് കേട്ടതും നമ്മുടെ മുത്തശ്ശിയുടെ കണ്ണു നിറയുക. പോട്ടെ, സാരമില്ല, വൈജയന്തി അങ്ങനെ പറയാനൊന്നും പറയൊന്നുമില്ല. ഇതേ കമല നല്ല എരിവ് കയറ്റി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാ. അവൾ ആരാ മോള്? നല്ല എരിവ് കയറ്റി കൊടുത്തു, അതുകൊണ്ടാ മോളെ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എൻ്റെ മോക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ അവള് ഇങ്ങനെയൊന്നും കാണിക്കില്ല, കണ്ണിൽ ചോരയില്ലാതെയൊന്നും അവള് സംസാരിക്കില്ല. ഇതിപ്പോ കമല എന്തോ വലിയ ഭൂകമ്പമാണ് നീ എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മോള് കരയണ്ട കേട്ടോ. മോള് നല്ല കുട്ടിയാണെന്നും മോള് വന്നപ്പോഴാ എനിക്ക് ആശ്വാസം ആയതെന്നും ഈ റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവക്ക് മനസ്സിലാവുന്നേ, അവക്കെല്ലാം മനസ്സിലാകും. മോള് കരയണ്ട, ഞാനേ അവളെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. മോള് പോയി കണ്ണൊക്കെ തുടച്ചേ, ദേ വെറുതെ കരയരുതേ എന്ന് പറഞ്ഞ് നമ്മുടെ അലീനനെ കണ്ണൊക്കെ തുടയ്ക്കാൻ പറഞ്ഞു വിടുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഹരിശങ്കർ, എടി എങ്ങനെയുണ്ടടി? അല്ല നീ എന്താ വിചാരിച്ചത്? എന്നെയൊക്കെ ഇവിടെ അടിച്ചു താഴ്ത്തിയിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റുന്നു? ഈ വീട്ടിൽ ജോലി എടുക്കാൻ പറ്റുന്നു? നീ ഞാൻ പറയുന്നത് കേട്ടാല് നിന്റെ കൂടെ ഞാൻ നിൽക്കും. അല്ലെങ്കിലേ ഇതുപോലെ വീണ്ടും ഞാൻ പലതും പറയും. അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം. ഏതായാലും ഈ മറുപടിക്ക് നമ്മുടെ അലീന ഒന്നും പറയാൻ നിന്നില്ല. കാരണം അലീനയ്ക്ക് അപ്പോഴുണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ തന്റെ അമ്മയെ ആദ്യമായിട്ട് കാണുന്നു, തന്റെ അമ്മ തന്നോട് ദേഷ്യപ്പെടുന്നു, ഇതൊക്കെയാണല്ലോ. ഓടി വന്ന് മോളെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കേണ്ട സ്ഥാനത്താണല്ലോ സ്വന്തം അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ ആ ഒരു വികാരത്തിലാണ് നമ്മുടെ അലീന ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹരിശങ്കറിനോട് കൂടുതൽ സംസാരിക്കാനും പോയില്ല. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ, നമ്മുടെ വൈജയന്തി നേരെ അമ്മേനെ കാണാൻ വേണ്ടി ചെല്ലാണ്. അമ്മേനെ കാണാൻ ചെന്നപ്പോ തന്നെ ആകെ മൊത്തം അന്തരീക്ഷമൊക്കെ ഒരു മാറ്റമേ. അങ്ങനെ വൃത്തിമനയൊക്കെ ആയിട്ടാണ് അമ്മ ഇരിക്കുന്നത്. അങ്ങനെ നേരെ ചെന്നിട്ട്, ഓഹോ തലമുടിയൊക്കെ ചീകി കെട്ടി അവള് വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. ആ, നല്ല കുട്ടിയാ മോളെ, നല്ല കുട്ടി. കണ്ടില്ലേ ഈ റൂം എങ്ങനെയായിരുന്നു കിടന്നത്? ഇപ്പൊ സത്യം പറഞ്ഞാല് എൻ്റെ ശരീരത്തിന് മാത്രല്ല മനസ്സിനും സമാധാനമുണ്ട്. കണ്ട പെണ്ണുങ്ങളെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചോ? അവൾ എവിടെയെങ്കിലും കിടന്ന്, പെണ്ണല്ലേ, അവളെങ്ങനെ വിശ്വസിക്കാൻ കൊള്ളുവോ കണ്ണടച്ച്? അത് പിന്നെ അവളൊരു പാവം പെണ്ണാന്നേ. പാവം എന്ന് പറഞ്ഞ പഞ്ചപാവം, ആർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല. അതിന്റെ വായിന്ന് നല്ലത് മാത്രമേ വരുവുള്ളൂ. ദേ ഇവിടെ വരുന്ന എല്ലാ പെണ്ണുങ്ങളും കമലയെ കുറിച്ച് എന്ത് കുറ്റങ്ങളാണ് എന്നോട് പറയുന്നത്. പക്ഷേ കമലേനെ കുറിച്ച് കുറ്റവോ വേറെ ആരെ കുറിച്ച് കുറ്റവോ ഒന്നും ആ കുട്ടി പറയില്ല. നിർത്ത്. ദേ അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ കണ്ട പെണ്ണുങ്ങളെല്ലാം വിശ്വസിക്കരുത്. അവളൊരു
അനാഥയാണ്. ഏതെങ്കിലും തെരുവ് പെണ്ണുങ്ങൾക്ക് പിഴച്ചുണ്ടായ സന്തതി അതിനെയൊക്കെയാണോ വീട്ടിൽ കയറ്റി അന്തസ്സോടു കൂടി താമസിപ്പിക്കുന്നത്? ഇത് കേട്ടതും നമ്മുടെ മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. മുത്തശ്ശി പറഞ്ഞു, അതെ വൈജയന്തി, നീ മിണ്ടിപ്പോകരുത്. നീ തെരുവ് സന്തതികളെ കുറിച്ചും പിഴച്ചു പെറ്റതിനെ കുറിച്ചും ഒന്നും പറയാനുള്ള ഒരവകാശവും അധികാരവും നിനക്കില്ല. ഇത് കേട്ടതും നമ്മുടെ വൈജയന്തിയുടെ നാക്ക് അങ്ങ് എന്താ പറയാ സ്തംഭിച്ചു പോവുക, നാക്ക് ചലിപ്പിക്കാനാകാതെ ഇരിക്കുക. കാരണം താനും ഇതുപോലെ ഒന്ന് പിഴച്ചു പറ്റതാണല്ലോ. അത് മുത്തശ്ശി ഓർമ്മിപ്പിച്ചത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് അങ്ങനെ ഒരു സ്തംഭനം ഉണ്ടായത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏതായാലും കാത്തിരിക്കുക. അപ്പൊ ഇന്നത്തെ വിശേഷം, അതായത് ഇന്നത്തെ വിശേഷം അല്ല സോറി, നാളത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ. രാവിലെ ഞാൻ ഫുൾ വിശേഷവുമായിട്ട് വരാണ്. അപ്പൊ ടാറ്റാ, ബൈ ബൈ.